We keep on moving, we keep on moving along, we keep on rolling. No, we ain't slowing it down. We ain't slowing down. We keep on moving, we keep on moving along, we keep on rolling. Yeah. No, we ain't slowing it down. Let's go. We ain't slowing down, baby. Come and show me how. Gotta do it right now. You know you gotta hold me down. Can I let the സോ ഇതാണ് റിയൽ ലൈഫ് ജിം ടെസ്റ്റ് റിവ്യൂ OnePlus Bullets Wireless Z3യുടെ. സോ ഇതിൽ നമ്മൾ ഒരു 6 months ആയിട്ട് യൂസ് ചെയ്യുവാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കാം. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഇതിൽ സംസാരിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് നല്ല സാധനം, കുറച്ച് നോട്ട് സോ നല്ല ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. പിന്നെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. സോ ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മലയാളം അത്ര നല്ലതല്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യുവാണ്. സോ എന്തെങ്കിലും ഞാൻ റോങ് വേർഡ്സ് യൂസ് ചെയ്താൽ പ്ലീസ് ക്ഷമിക്കുക. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾക്ക് സംസാരിക്കാം ഇതിൻ്റെ ഫിറ്റ് ആൻഡ് കംഫർട്ടിനെ പറ്റി. സോ ഇതൊരു നെക്ക് ബാൻഡാണ്. സോ നെക്കിൽ വരുന്ന ബാൻഡ് ഇതിൻ്റെ ഒത്തിരി തിന്നാണ്, റബ്ബർ കോട്ടഡ് ആണ്. സോ അത് കാരണം ഇത് നമ്മൾ വെയർ ചെയ്യുമ്പം ഇത് മൂവ് ആവില്ല, മേളിലോട്ട് ഇത് സൈഡിൽ ഇങ്ങനെ തന്നെ പോവില്ല. പിന്നെ ഇത് കംഫർട്ടബിളാണ്. ഇത് ഒത്തിരി തിന്നാണ്, അത് കാരണം നിങ്ങൾക്ക് അത്ര ഇത് യൂസ് ചെയ്യുവാണെന്ന് നിങ്ങൾ മറന്നു പോകും. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ വെയ്റ്റും ഒത്തിരി ലെസ്സാണ്. പിന്നെ സെയിം ഡിസൈൻ സെയിം സൈസാണ് ഈ രണ്ട് മോഡ്യൂളിന്. പിന്നെ അതും അവർ ലോങ് ആയിട്ട് ഒരു മോഡ്യൂൾ ഉണ്ടാക്കി. സോ ഒത്തിരി സ്ലിം പ്രൊഫൈലാണ് ഇതിൻ്റെ. സോ ഷർട്ടിൻ്റെ അകത്തൊക്കെ ഇത് ഇട്ടാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും പിടികിട്ടില്ല. പക്ഷേ ഈ സാധനം ഈ ഇയർഫോൺ കുറച്ച് വലുതാണ്, അത് കുറച്ച് ഇങ്ങനെ ഇവിടെ പെട്രൂഡാവും. സോ ബിൽഡ് ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. എനിക്ക് ഇത് ഞാനൊരു 6 months യൂസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടും ഈ റബ്ബറിൻ്റെ ക്വാളിറ്റി കേടായിട്ടില്ല. സോ ജനറലി ഇങ്ങനത്തെ ഈ റബ്ബർ കോട്ടഡ് സാധനത്തിൻ്റെ റബ്ബർ കുറച്ചൊക്കെ വെളിയിൽ വരാൻ തുടങ്ങും. സോ അത് ഇവിടെ ആയിട്ടില്ല. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഫിറ്റ് ഒത്തിരി നല്ലതാണ്. പിന്നെ ജിമ്മിൽ യൂസ് ചെയ്യുമ്പം ഇത് മൂവ് ആവില്ല. ഇതിൻ്റെ വയറുടെ ലെങ്ത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രീവിയസ് ഇയർഫോൺസ്, ഇത് OnePlus അല്ല, ബാക്കി എല്ലാ ചില ഇയർഫോൺസിൽ വയർ ഒത്തിരി നീളമില്ല. അത് കാരണം ഞാൻ തല ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ഇയർഫോണിനെയും നെക്ക് ബാൻഡിനെയും ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ആ പ്രോബ്ലം എനിക്ക് വന്നില്ല. ഞാൻ ഏത് എക്സസൈസ് ചെയ്താലും ജമ്പിങ് ജാക്സ്, പിന്നെ സ്കിപ്പിങ്, പിന്നെ ക്രഞ്ചസ്, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ ഇത് സ്ഥലത്ത് തന്നെ ഇരിക്കും, ഇത് മൂവ് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം സൗണ്ടിനെ പറ്റി സംസാരിക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് 12.4 mm ഒരു ഡ്രൈവർ കിട്ടും. സോ ആ ഡ്രൈവറിൽ ഇനഫ് ബേസ് ഉണ്ട്. ഇനഫ് ബേസ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ബേസ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ബേസ് ഇനഫാണ്. പക്ഷേ റിയൽമി ബഡ്സ് ഞാനൊരു റിയൽമി ബഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, നെക്ക് ബാൻഡ്സ്. സോ അതിൻ്റെ ലോ എൻഡ് പെർഫോമൻസ് ഇതിനേക്കാളും കൂടുതലാണ്. അതിൻ്റെ ലോ എൻഡ് ബേസ് കൂടുതലാണ്. ഇത് ലോ ആൻഡ് ബേസിൽ അത്ര ഫോക്കസ് ഇല്ല. പക്ഷേ നിങ്ങൾക്കൊരു 4 point ഇക്വലൈസർ കിട്ടുന്നു, പിന്നെ ഒരു ബേസ് സ്ലൈഡർ കിട്ടുന്നു. സോ ആ 4 point ഇക്വലൈസറിൽ നിങ്ങൾക്കൊരു ബേസ് ഇക്വലൈസറും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ മാനുവൽ ഇക്വലൈസർ ഇല്ല. നിങ്ങൾക്ക് ആ 4 pointനെയും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ 4 point കിട്ടുന്നു, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കണം. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രീവിയസ് OnePlus വേർഷൻ ഒക്കെ നോക്കിയാൽ ആദ്യം അവിടെ റെഗുലർ ഇയർബഡ്, ബേസ് വേർഷൻ ഇയർബഡ്, പിന്നെ ANC ഇയർബഡ്, ഇങ്ങനെ 3 ഉണ്ടായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് ANC, നോൺ ANC 2 ഓപ്ഷനുള്ളൂ. ബേസ് 2ലും ഉണ്ട്. പക്ഷേ ബേസ് ഇതുവരെ ആ ഹൈ ലെവലിൽ വന്നിട്ടില്ല. പക്ഷേ ഒത്തിരി ക്ലോസ് ആണ്. സോ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. കൂടുതൽ ഡീപ്പ് ആൻഡ് ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അതില്ല. സോ അത് ഓർമ്മ വയ്ക്കണം. പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടില്ല, അതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. സോ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് വേണം. ജിമ്മിൽ പോകുമ്പം 3 സൗണ്ട് എനിക്ക് ഒത്തിരി ഇറിറ്റേറ്റിംഗ് ആണ്. മെഷീനിൻ്റെ സൗണ്ട്. സോ എല്ലാവരും ഠം ഠം ഡിം ഡും ഒത്തിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു, അത് വരുന്നു. പിന്നെ ചില ആൾക്കാർ ചുമ്മാ അവിടെ നിന്ന് സംസാരിക്കും. ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ട് ജിമ്മിൽ. സോ രണ്ടാമത്തെ സൗണ്ട് അതാണ്. പിന്നെ മൂന്നാമത്തത്
ജിമ്മിൽ ലൗഡ് മ്യൂസിക്കാണ് എല്ലാ സമയം പ്ലേ ആവുന്നത്. കാരണം ജിമ്മിൽ നമുക്ക് പമ്പ് വേണം, ലൗഡ് മ്യൂസിക് വേണം. സോ ലൗഡ് മ്യൂസിക്. സോ ആ 3 സാധനം എൻ്റെ ANC ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൗണ്ട് കുറയ്ക്കാം. ഇവിടെ ആ ഓപ്ഷൻ ഇല്ല. സോ എൻ്റെ അടുത്ത് Z2 ANCയും ഉണ്ട്. Z2 ANCയിൽ എനിക്ക് ANC ഓൺ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വോല്യൂമിനെ കുറച്ച് മേളിലോട്ട് കൊണ്ടുപോയാൽ എൻ്റെ വെളിയിലത്തെ എല്ലാം ബ്ലോക്ക് ആവും. ഇവിടെ ANC ഇല്ല. അത് കാരണം ഇപ്പം കുറച്ച് വോല്യൂം അപ്പ് ഞാൻ ചെയ്യുന്നില്ല, ഒത്തിരി വോല്യൂം അപ്പ് ചെയ്യുവാണ്. സോ അത് കാരണം ജിമ്മിൽ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ലൗഡ് മ്യൂസിക്കാണ് കേൾക്കുന്നത്. പക്ഷേ ANC വേർഷനിൽ ഞാൻ ഒത്തിരി ലൗഡ് മ്യൂസിക് കേൾക്കുന്നില്ല, കാരണം എനിക്ക് വെളിയിലത്തെ ഒച്ച വരുന്നില്ല. സോ അതാണ് എൻ്റെ പ്രോബ്ലം. എനിക്ക് ANC ഇല്ലാതെ ഇയർഫോൺസ് കൂടുതൽ ഇഷ്ടം ഇല്ല. അത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഫുൾ വോല്യൂം ഇട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ചുമ്മാ ചെവി കേടാവും. സോ അത് കാരണം അതെൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ്. ഇപ്പം ബാറ്ററി ലൈഫിനെ പറ്റി സംസാരിക്കാം. ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് 36 hours ബാറ്ററി ലൈഫ് കിട്ടുന്നു 50% വോല്യൂം ഇട്ട് യൂസ് ചെയ്താൽ. ജിമ്മിൽ ഞാൻ 50% ഇടുന്നില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് 70-80% ഇടുന്നു. സോ അങ്ങനെ നോക്കിയാൽ ഒരു 24 hours ഈസിലി ഇത് ഓടും. പക്ഷേ നിങ്ങളുടെ ബാറ്ററി തീർന്നാലും നിങ്ങൾക്ക് ഇതൊരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 27 hours ഇത് നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൊടുക്കും. സോ അതൊരു നല്ല കാര്യമാണ്. അത് ഒരു യുണീക്ക് സാധനമാണ് OnePlusൻ്റെ. ഇവിടെ നെക്ക് ബാൻഡിലും അവർ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ അതെനിക്ക് ഇഷ്ടമാണ്. ചിലപ്പം ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി, ജിമ്മിൽ പോയിട്ട് നോക്കുമ്പോൾ അയ്യോ ഇത് ബാറ്ററി തീർന്നു. ആ സമയം കുറച്ച് 10 മിനിറ്റിന് ചാർജ് ചെയ്യണം, പിന്നെ യൂസ് ചെയ്യാം. ഫുൾ ഡേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ചാർജ് ചെയ്യാം. സോ ആ കൺവീനിയൻസ് ഇതിൻ്റെ ഒത്തിരി നല്ലതാണ്. അതൊരു യുണീക്ക് ഫീച്ചറാണ് OnePlusൻ്റെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് IP55 റേറ്റിംഗ് കിട്ടുന്നു. സോ നിങ്ങൾ ഇതിനെ ജിമ്മിൽ നല്ലപോലെ യൂസ് ചെയ്യാം. സ്വെറ്റൊന്നും ഇതിലൊരു പ്രോബ്ലം ഇല്ല. കുറച്ചൊക്കെ മഴ വീണാൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ കൂടുതൽ മഴ പെയ്താൽ ഇത് യൂസ് ചെയ്യരുത്. പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് ഒക്കെ കൊണ്ടുപോയത് ഇത് കേടാവും. സോ 55 റേറ്റിംഗ് ഒരു നല്ല റേറ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജിമ്മിൽ സേഫാണ്, പക്ഷേ കൂടുതൽ വെള്ളത്തിൽ സേഫ് അല്ല, അത്ര ഓർമ്മ വയ്ക്കണം. പിന്നെ ലാസ്റ്റ് കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ ഡ്യൂൽ പെയറിംഗ് ഓപ്ഷനാണ്. സോ ഇവിടെ ഡ്യൂൽ പെയറിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് ഒരു ഫോണിന് ഡിസ്കണക്ട് ചെയ്ത് മറ്റേ ഫോണിൽ പോകേണ്ടി വരും, പിന്നെ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഇവിടെ വരെ പോകേണ്ടി വരും. സോ അതിൻ്റെ സൊല്യൂഷൻ OnePlus കൊടുത്തത് ഒരു 4th ബട്ടൺ ആയിരുന്നു. സോ ANC വേർഷൻസിൽ നിങ്ങൾക്ക് ഒരു 4th ബട്ടൺ കിട്ടുന്നു. അത് ഡബിൾ പ്രസ് ചെയ്താൽ ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിൽ ഇത് സ്കിപ്പ് ചെയ്യും. സോ ഒരു പ്രാവശ്യം ഡബിൾ പ്രസ് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട്. ആ ഓപ്ഷൻ ഇവിടെ ഇല്ല, കാരണം ആ 4th ബട്ടണേ ഇല്ല. സോ അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. കാരണം ജിമ്മിൽ ഞാൻ ഫോൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവിടെ പാട്ട് കേൾക്കുന്നു, ഇവിടെ വീഡിയോ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ഇവിടുന്ന് പാട്ട് കേൾക്കുന്നു, ഇവിടെ വീഡിയോ ഉണ്ടാക്കുന്നു. സോ ആ സ്വാപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഈസി അല്ല. എല്ലാ സമയം എനിക്ക് മാനുവലി പോയിട്ട് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതായിരുന്നു ബേസിക്കലി എല്ലാം ഞാൻ സംസാരിച്ചു. സോ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സോ ജിമ്മിൽ ഞാൻ ഏത് എക്സസൈസിൽ യൂസ് ചെയ്താലും എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഇങ്ങനെ ടീഷർട്ട് ഇട്ടിട്ടും ഞാൻ എക്സസൈസ് ചെയ്തു, ഹുഡി ഇട്ടിട്ട് എക്സസൈസ് ചെയ്തു, ജാക്കറ്റ്സ് ഇട്ടിട്ട് എക്സസൈസ് ചെയ്തു. സോ ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, ജാക്കറ്റും ഹുഡിയൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി മറന്നു പോകും. ഇത് നെക്ക് ബാൻഡ് നിങ്ങൾ വേറെ ചെയ്യുന്നു ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകും. ഇത് നല്ലപോലെ അവിടെ ഫിറ്റ് ആവും, നല്ലപോലെ അവിടെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വരില്ല. പിന്നെ ഹുഡി ഇട്ട് കഴിഞ്ഞിട്ടും ഈ വയർ ഇങ്ങനെ വരുന്നുണ്ട്, അത് എനിക്ക് ഡിസ്റ്റർബ് ചെയ്തില്ല. സോ ജനറലി എനിക്ക് നെക്ക് ബാൻഡ്സിൽ ആ ഹുഡിയൊക്കെ ഇടുമ്പം ഈ നെക്ക് ബാൻഡ് വയർ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം നെക്ക് ബാൻഡും അതിൻ്റെ കൂടെ മൂവ് ആവും. ഇവിടെ ആ പ്രോബ്ലം എനിക്ക് വന്നില്ല. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. ഞാൻ ഇത്ര എക്സസൈസൊക്കെ ചെയ്തു, പക്ഷേ ഈ നെക്ക് ബാൻഡ് ഇതുവരെ വീണില്ല. സോ ജനറലി ഞാൻ ക്രഞ്ചസൊക്കെ ചെയ്യുമ്പം, അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പം, സ്കിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പം ഇയർഫോണൊക്കെ മൂവ് ആവും, ചിലപ്പം പുറകോട്ട് പോകും. ഇവിടെ അത് ആയില്ല. ചിലപ്പോൾ ആവും ആൾക്കാർക്ക്. ചിലപ്പം എൻ്റെ ബോഡി ഷേപ്പ് വേറെയാണ്, വേറെ ആൾ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ ഇത് കുറച്ചൊക്കെ മൂവ് ചെയ്യും, പക്ഷേ കുറച്ച് മൂവ് ചെയ്യും.
അത്രയൊന്നും ഇത് മൂവ് ചെയ്യാൻ പോകുന്നില്ല. സോ ഫിറ്റിംഗ് വൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൗണ്ട് വൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വേണ്ടിയ പ്രോബ്ലം ANC ആണ്. പക്ഷേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്ത് അത്ര സൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് ബേസ് വേണമെങ്കിൽ ഇത് ബേസ് ഉണ്ട്, പക്ഷേ ലോ ആൻഡ് ബേസ് കൂടുതൽ ഹൈ അല്ല. എനിക്ക് ആ ലോ ആൻഡ് ബേസ് വേണം, എനിക്ക് ആ ബേസ് ഡ്രോപ്പ് വരുമ്പം എനിക്ക് ആ പമ്പ് വേണം. ആ പമ്പ് എനിക്ക് ഇതിൽ അത്ര കിട്ടുന്നില്ല, കുറച്ചൊക്കെ കിട്ടുന്നു, അത്ര കിട്ടുന്നില്ല. സോ അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, വീഡിയോയുടെ എൻഡിലും കാണും. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.